തിരുവനന്തപുരത്തെ ജിമ്മുകളുടെ തലതൊട്ടപ്പൻ എന്ന് പറയാവുന്ന ഒരു വ്യക്തിയോടൊപ്പമാണ് ഞാനുള്ളത്. ശ്രീ രാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 1979 മുതൽ ജിംനേഷ്യം എന്ന ആ മേഖലയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ്. ഒരു ജിമ്മുമായി പ്രവർത്തിക്കുന്ന ഒരാളെ കാണുന്ന സമയത്ത് ചോദിക്കാൻ മനസ്സിൽ കരുതി വെച്ച കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് അങ്ങയോട് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ, സെലിബ്രിറ്റീസ് ഒരുപാട് പേര് ജിമ്മിൽ വെച്ച് അവർക്ക് പെട്ടെന്ന് സഡനായിട്ട് ആകസ്മികമായിട്ട് മരണം സംഭവിക്കുന്നു. എന്താണ് ഇതിൻ്റെ പിന്നിൽ? ശരിക്കും ജിമ്മുകളുടെ വിശ്വാസ്യത തകർക്കുന്നതല്ലേ ഇത്തരം സംഭവങ്ങൾ? അല്ല, അത് സംഭവങ്ങളെന്നല്ല. ഒരു സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അയാളുടെ തൊഴിൽ മെച്ചപ്പെടാൻ വേണ്ടിയിട്ട് ചില കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ശരീരങ്ങളെ ശോഷിപ്പിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ അതല്ലാതെ ഇപ്പം പുതിയ തലമുറയിൽ ഇപ്പം ഈവൻ ഒരു 70 വയസ്സിന് മേളിലായ മമ്മൂട്ടി തൊട്ട് എല്ലാവരും ഫിറ്റ്നസ് ചെയ്ത് അവരുടെ ശരീരം കാത്തു സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്, നാച്ചുറലായിട്ട്. അല്ലാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ ഈ പുതിയ തലമുറയിൽ വന്നവർക്ക് സമയം ഷോർട്ട് പീരീഡിലുണ്ട്, അവർക്ക് ബെറ്ററൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൃത്രിമ മാർഗ്ഗങ്ങൾ ഒന്നിൽ അവർ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ട്രെയിനേഴ്സ് കൊടുക്കുന്ന ഉപദേശങ്ങൾക്ക് വഴങ്ങി അവർ ചിലപ്പം വേറെ വല്ലതും ഉപയോഗിക്കുന്നത് മറ്റൊരാളോട് പറയണമെന്നില്ല. ഞാനെപ്പോഴും എൻ്റെ കരിയറിന് നന്നാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഡിസിഷനുകൾ ഫാസ്റ്റായിരിക്കും. എല്ലാവരും അങ്ങനെയാണ്. സാധാരണ ഇന്നത്തെ തലമുറയിൽ ആർക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ ആ സമയം വരെ ഷോർട്ട് പീരീഡിൽ അവർക്ക് മാക്സിമം ഗെയിൻ ഉണ്ടാക്കുന്ന വരുന്ന ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടുകയും പിന്നെ ഈ അൺസയൻറ്റിഫിക് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ഡയറ്റിംഗ് പ്ലാനുകൾ ഇതെല്ലാം അവരെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഇതിൽ ചെന്ന് കൊണ്ടെത്തിക്കും. ഈ അങ്ങനെയാണെങ്കിൽ അങ്ങ് പറയുന്നത് ശരിക്കും ഈ ജിമ്മ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ജിമ്മിലെ ആ ഒരു ആക്ടിവിറ്റീസ് അല്ല ഇവരുടെ ഈ മരണങ്ങൾക്ക് പിന്നിലും അത്തരം കാര്യങ്ങളിലും. ശരിക്കും നമ്മളൊരു ജിമ്മിലേക്ക് വരുമ്പോൾ അവിടെ വന്ന് നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കൃത്യമായി ബോധിപ്പിക്കാത്തതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം. അതുകൊണ്ട് അത് ഒരു കാരണം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നമ്മളിപ്പം അങ്ങനെ ചോദിക്കുമ്പം ഈ ഒരു രോഗമായിട്ട് വരുന്ന ഒരു വ്യക്തിയായിരിക്കും, നമ്മൾ അറിയുന്നില്ല. ആ വ്യക്തിക്ക് ചിലപ്പം ജിമ്മിൽ വെച്ച് തന്നെ ഒരു ഹാർട്ട് അറ്റാക്ക് വരാം. ഒരു ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ഫുട്ബോൾ പ്ലെയേഴ്സ് ഗ്രൗണ്ടിൽ വെച്ച് മരിക്കാറില്ലേ, ഉണ്ടാവാറുണ്ട്. അത് എന്തുകൊണ്ട് മരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറലായിട്ട് ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്ക് ഉണ്ടാകുന്ന വ്യക്തിയായിരിക്കും. യാദൃശ്യമായിട്ട് ഒരാൾ മരിക്കുന്നത് എന്ന് വിചാരിച്ച് അയാൾ steroid യൂസ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അക്കൂട്ടത്തിൽ ഞാൻ പറയില്ല, ഇപ്പം ഇപ്പോഴത്തെ തലമുറയിൽ ഉള്ളവർക്ക് പെട്ടെന്ന് ഒരു ഷോർട്ട് കട്ടിലൂടെ ഇതെല്ലാം സമ്പാദിക്കാനും കാണിക്കുന്ന വ്യഗ്രത. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ജിമ്മ് ഇടുമ്പോൾ 1 കോടി രൂപ തൊട്ട് ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തൊരു ജിമ്മ് ഇടുമ്പോൾ അയാളെ സംബന്ധിച്ചൊരു മാസം എത്ര ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ അത് റണ്ണപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം ഈ പാഷൻ എന്ന് പറഞ്ഞ വാക്കിനൊന്നും അവിടെ ഒരു വാല്യൂ ഇല്ല. അവരെ സംബന്ധിച്ച് ബിസിനസ്സിലാണ് തുടങ്ങുന്നത് തന്നെ. ബിസിനസ്സാണ്. ബാങ്കിൽ ലോണ് കാണും, 5-6 ട്രെയിനേഴ്സ് കാണും, കറണ്ട്, ലൈസൻസ്, ഇങ്ങനെയുള്ള കുറേ എല്ലാം കൂടെ വരുമ്പോൾ അവർ അതിന് ബിസിനസ് മരമായി ചിന്തിക്കുക. അവർക്ക് ഇത് പെട്ടെന്ന് ഇതേപോലെ മെഡിസിനെ കൊടുക്കുമ്പോൾ ഇരട്ടി ലാഭമാണ്. ഈ കൊടുക്കുന്ന മെഡിസിൻ്റെ വില എന്താണെന്നോ ഏത് സാധനമാണെന്നോ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് അറിയത്തുമില്ല. അപ്പോൾ അവർ കുറച്ച് ഇതുണ്ടാകും. പിന്നെ അവരും കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചുറ്റും ഇതിനെ ഒരു ബിസിനസ്സാക്കി അവർ മാറ്റും. ഈ ആരാണോ വിക്ടിമാവുന്നത് അവർ ഒരു 1-2 ചാമ്പ്യൻഷിപ്പുകൾ ചെയ്ത് കഴിയുമ്പോൾ ചാമ്പ്യൻഷിപ്പ് ചെയ്ത് പിന്നെ അവർക്ക് തന്നെ ഈ ഇതിൻ്റെ എഫക്റ്റുകൾ വന്നു തുടങ്ങും. അപ്പോൾ അവർ പതിയെ ബാക്ക് വലിക്കും. എന്നിട്ട് അവർ കണ്ടീഷൻ നിലനിർത്തിക്കൊണ്ട് അവരെന്ത് ചെയ്യും, ഇത് മറ്റുള്ളവർക്ക് സപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഈ മുടക്കിയ കാശ് തിരിച്ചു പിടിക്കാനും മറ്റുള്ള കുറേ കൂടി ആൾക്കാരിൽ നിന്ന് പേരെടുക്കാനും വേണ്ടി അവർ ഇതൊരു ബിസിനസ്സാക്കി മാറ്റും. അപ്പോൾ അതൊരു ജിമ്മിൽ പോകുന്ന ട്രെയിനറാവാം, അല്ലെങ്കിൽ ഫ്രീലാൻഡ് ചെയ്യുന്ന ഒരാളാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഇതുപോലുള്ള കുട്ടികൾക്ക് ഇതുപോലുള്ള ഇത് പറ്റും. നമ്മൾ ജിമ്മിൽ പോകണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും, സംരക്ഷിക്കണം. പക്ഷേ അവിടെ ചെല്ലുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു കൺസെപ്റ്റോടുകൂടി അയാൾ അവിടെ ചെല്ലുക. എനിക്ക് എൻ്റെ പ്രായം ഇത്രയായി, അപ്പോൾ അതിനനുസരിച്ച് നോളജബിളായിട്ടുള്ള ഒരു ട്രെയിനറെ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അവർക്ക് ഈ വരുന്ന ആളിന് ചെന്ന് ചേരുന്ന ആളിന് എവിടെ ചേരണമെന്നറിയില്ല. അവർ ചെല്ലുമ്പോൾ ആ കാണുന്ന ക്ലബിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ജിമ്മിൻ്റെ കെട്ടും മട്ടിലാണ് വീണു പോകുന്നത്. ആ കെട്ടും മട്ടിലാണ് അവർക്ക് താല്പര്യം. അവിടെ നിൽക്കുന്ന ആളിന് എന്തറിയാമെന്നോ ഇല്ലെങ്കിൽ അവിടെയുള്ള ആളിന് എന്താണ് അയാളുടെ നോളജ് എന്നോ അവർക്കൊന്നും അറിയില്ല. അവർ പറയുന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലുത്. ആ വ്യക്തിക്ക് ഏറിയാൽ 1-2-3 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റത്തില്ല. എന്താണ് എക്സ്പീരിയൻസ്? ഒരു PT ചെയ്യുന്ന ആളിന് ഒരു സർട്ടിഫൈഡ് ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഞാൻ സർട്ടിഫൈഡ് ട്രെയിനറാണ്. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് സർട്ടിഫിക്കറ്റിനേക്കാളേറെ നോളജ് നമ്മൾ എക്സ്പീരിയൻസിലൂടെ പറയുന്ന നാടൻ രീതിയിൽ
നമ്മളൊക്കെ കണ്ടു പഠിച്ചതാണ്, കേട്ട് പഠിച്ചതാണ്, ചെയ്ത് പഠിച്ചതാണ്. അല്ലാതെ ഈ ഒരു ഇതൊന്നും ഇല്ലാത്ത ആളാണ് ഇന്ന് 90% ജിമ്മ് തുടങ്ങുന്നതിൽ 80% 90% ജിമ്മുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ് തുടങ്ങുന്നത്. ഇൻവെസ്റ്റ് ചെയ്യണം അവരും അതിനകത്ത് വർക്ക് ചെയ്യുന്നത് ഇതേപോലെ ഒരു ട്രിവാൻഡ്രമോ അല്ലെങ്കിൽ ഒരു ജില്ലയോ ഒരു ജില്ലാ ചാമ്പ്യൻ ആകുന്ന ആളോ ഒരു സ്റ്റേറ്റിൽ ചാമ്പ്യൻ ആകുന്ന ആളോ ഒക്കെ ആയിരിക്കും ഇത്. പിന്നെ അവരുടെ പ്രൊമോഷൻ ആരാണ് കൺട്രോൾ ചെയ്യണത്? അസോസിയേഷനാണ്. ഇന്ന് തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിലൊട്ടാകെ അസോസിയേഷനുകളുടെ ബഹളമാണ്. തീർച്ചയായിട്ടും. കാരണം ആകില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നേരായ രീതിയിൽ പറഞ്ഞാൽ അതൊരു പരിധിവരെ അങ്ങനെ ഈ യഥാർത്ഥ എന്താണെന്ന് അറിയാതെ കുട്ടികളെയും ഇത് ചെന്ന് പെടുന്ന തലമുറയെ നശിപ്പിക്കാൻ. നമ്മൾ സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്ന ഒരു കുട്ടി പുറത്ത് പ്രോട്ടീൻ പൗഡർ കഴിക്കണമെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അവന് പ്രോട്ടീൻ പൗഡർ കഴിക്കാം. അതിനകത്ത് തെറ്റും ശരിയും നമുക്ക് നോക്കേണ്ട കാര്യം. കാരണം ആവശ്യം നമ്മൾ ആഹാരത്തിൽ കിട്ടാത്ത സപ്ലിമെൻറ്റ്സ് എന്ന് പറയാനാണ്, ഫുഡ് സപ്ലിമെൻറ്റ്സ് ഇല്ലെങ്കിൽ പാലിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ അതൊക്കെ നമുക്ക് കഴിക്കാം. പക്ഷേ ഇത് അതിലൊന്നും അടങ്ങൂല. നമ്മുടെ തുടക്ക സ്റ്റേജാണ് ബിയറിൽ തുടങ്ങുന്നതെന്ന് പറയും പോലെ. ബിയർ നമുക്കൊരു ഇൻടോക്സിക്കേഷനാണ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ ഹോട്ടലിലോട്ട് നമ്മൾ പോകാനാണ്. അപ്പം അതൊരു ബിസിനസ് ടെക്നിക്സാണ് ഇത് ഉണ്ടാക്കുന്ന കമ്പനിക്ക്. എന്തിനാണ് നമ്മൾ ഇതിലോട്ട് ചാടിക്കുക? അതേപോലെ തന്നെയാണ് ഒരു ഇതിൽ അവന് റിസൾട്ട് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടാതാകുമ്പോൾ അയാൾ തീർച്ചയായിട്ടും മറ്റേ എക്സ്ട്രീമിലോട്ട് പൊയ്ക്കോളും. അപ്പോൾ അത് അങ്ങനെ വരുന്നു. മാത്രമല്ല ഈ കുട്ടികളെ അതിനകത്ത് പ്രോത്സാഹിപ്പിക്കാനും പിന്നെ അതിന് വേറെ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും. തിരുവനന്തപുരത്ത് തന്നെ ഓൾ കേരള പോലീസ് കോമ്പറ്റീഷനൊക്കെ ഉണ്ട്, ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ. സ്റ്റെറോയിഡ് യൂസ് ചെയ്യാത്ത ഒരു പോലീസുകാരനെ കാണിച്ചു തരണം നിങ്ങൾ. ആ കേരള പോലീസിൽ മിസ്റ്റർ കേരള പിടിക്കുന്ന പോലീസുകാരെല്ലാം സ്റ്റെറോയിഡ് യൂസ് ചെയ്യുന്നവരാണ്. അത് ഞാൻ പറയാം, മാറ്റം വരുത്താൻ കുറച്ചൊക്കെ പറ്റും. എന്തുകൊണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം സർക്കാർ തലത്തിൽ ഈ ഒരു ജിമ്മ് നടത്തുന്ന ആൾ ആരാണ്, അവിടെ ഇങ്ങനെയുള്ള ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു, നമുക്കും കിട്ടിയിട്ടുണ്ട് നോട്ടീസുകളൊക്കെ, നമ്മൾ അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവർ പിന്നെ അത് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഇത് ഇവിടെ ഇങ്ങനെയുള്ള സെയിൽസുകളുണ്ടോ, അവർക്ക് ആ സെയിൽസ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടോ, ആധികാരികമായി ഇതിനെക്കുറിച്ച് ഇത് ചെയ്യാൻ പറ്റുമോ? ഇത് കൊടുക്കുന്ന സാധനങ്ങളിൽ 100% 50%-ലേറെ ഫേക്കാണ്. 50%-ലേറെ ഈ കൊടുക്കുന്ന പൗഡറുകളിൽ നല്ല പൗഡർ ആയിരിക്കില്ല. കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡറിന് ഫേക്കും ഉണ്ട് ഒറിജിനലും ഉണ്ട്, രണ്ടുമുണ്ട്. ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ചെറിയ മുറികളിൽ സിമെൻറ്റ് ചാക്കുകൾ പോലെ വാരി കൂട്ടിയിട്ട് മിക്സഡ് അടിച്ച് അവിടെ നിന്ന് ഡബ്ബയിലടിച്ച് അതേപോലെ അടിച്ചു വരുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് 4000-5000 കൊടുക്കുന്നുണ്ട്. അത് കുട്ടികൾ വാങ്ങുന്നുണ്ട്. ഈ ചോക്ക് പൗഡർ അല്ലെങ്കിൽ ഇതേപോലെ സിമെൻറ്റ് മിശ്രിതങ്ങളായിരിക്കും അവർ കഴിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫ്ലേവറും ചേർക്കും. ഇതെല്ലാം ഇതിൻ്റെ ഈ കൊടുക്കുന്ന പൗഡറിന് വേറെ ഒരു കാര്യമുണ്ട്. 10 ഡബ്ബ എടുത്താൽ 2 ഡബ്ബ ബീഫ് 40% പിന്നെ കമ്മീഷനുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ബിസിനസ് അതായിരിക്കും ഏറ്റവും വലിയ മെച്ചം. അപ്പോൾ അതിന് നമുക്ക് നിർമ്മാർജ്ജനം അല്ലെങ്കിൽ മാറ്റാൻ സർക്കാർ ഒരു പരിധി വരെ, പക്ഷേ മാറ്റില്ല. മാറ്റുകയെന്ന് വെച്ചാൽ അവർക്ക് ഇതിൻ്റെ പുറകെ നടക്കാനുള്ള സമയമൊന്നും അല്ലല്ലോ. ഇതേപോലുള്ള കാര്യങ്ങളല്ല. നമ്മളൊരു സ്ഥാപനം ഇടുമ്പോൾ അത് നമ്മൾ എങ്ങനെ കൊണ്ടുപോകണമെന്ന് നടത്തുന്നവർ നോളജബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ വേണ്ട. ഇപ്പം എനിക്ക് ഇവിടെ വരുമാനം കുറവാണ്, എനിക്കത് മതി, ഞാൻ ഹാപ്പിയാണ്. എന്നെ സംബന്ധിച്ച് ഞാനൊരു ജീവിതം ഇതിനു വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുകയും എൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രം പ്രയത്നിക്കും. ഇപ്പോൾ കൂട്ടത്തിൽ കുറച്ച് കുട്ടികളെ കിട്ടുന്നു, അവരെ എനിക്കറിയാവുന്നുള്ളത്. ഞാൻ പറയില്ല എനിക്ക് വലിയ ഒരു ഇൻ്റർനാഷണൽ നോളജുള്ളായിട്ടുള്ള ആളൊന്നുമല്ല. എൻ്റെ അറിവിൽ സമൂഹത്തിൽ നിന്ന് പഠിച്ചതും ഞാൻ ഇത്രയും കാലം കൊണ്ട് പഠിച്ചതും ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. ഇനിയും പഠിക്കാൻ നമ്മൾ പറയാറില്ല, ഒരു പാട്ടുകാരൻ പറയും ഞാനിത് കടലിൽ നിന്ന് ഒരു ശകലം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അങ്ങനെ പറയുന്ന പോലെ ഞാനും പറഞ്ഞു. എനിക്ക് ഒന്നും അറിയില്ല, പക്ഷേ പറയുന്നു. അല്ലാതെ അയാൾ പറഞ്ഞ എല്ലാം തെറ്റാണ്. ഈ പറയാനില്ലെങ്കിൽ നമ്മളെ തർക്കിക്കാൻ വരുന്ന ഒരാളിനെ സംബന്ധിച്ച് അത് ശരിയാണ്. കാര്യം അയാളെ സംബന്ധിച്ച് ഞാനൊന്നുമല്ല, അയാളാണ് എല്ലാം. ജിം മേഖലയിൽ, ജിംനേഷ്യത്തിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു വ്യക്തിയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞാൻ തുടക്കത്തിൽ പറയണമെന്ന് ഉദ്ദേശിച്ചതാണ്, പലപ്പോഴും ഈ ജിമ്മിലുള്ള പല പ്രശ്നങ്ങൾ കാണുമ്പോഴും ഇതിലെ അകത്തുപോയി എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇന്ന് ആദ്യമായി ഒരു ജിമ്മിനുള്ളിൽ വരാൻ സാധിച്ചു, അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പലയിടത്തും പല രീതിയിൽ തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ജിമ്മ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ജിം നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ജിമ്മാണോ, അങ്ങനെ ഒരു ഇടമാണോ, അങ്ങനെയുള്ള ആൾക്കാരാണോ അവിടെ ഉള്ളത്
ഉള്ളത് എന്ന് മനസ്സിലാക്കുക, നിങ്ങളെ കബളിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഒപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ നന്നാക്കുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്ന പ്രവർത്തികളിൽ പോയി ചാടാതിരിക്കുക. അതാണ് ഇന്ന് പ്രേക്ഷകർക്ക് നൽകാനുള്ള ഒരു സന്ദേശം.